നമസ്കാരം. വേനൽക്കാലമായതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് KSEB വ്യക്തമാക്കുന്നത്. അതേസമയം KSEB രാത്രിയാകുമ്പോൾ വൈദ്യുതി വിച്ഛേദിക്കുന്നുവെന്ന തരത്തിൽ വലിയ തോതിൽ പ്രചരണവും നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ KSEB തന്നെ സത്യാവസ്ഥ വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. KSEB പങ്കുവയ്ക്കുന്ന കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. കടുത്ത വേനലും ഉഷ്ണതരംഗവും കേരളത്തിൽ സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പകലും രാത്രിയും ചൂട് ഒരുപോലെ നിൽക്കുകയാണ്. രാത്രി കഴിഞ്ഞും അന്തരീക്ഷ ഊഷ്മാവ് താഴെ വരുന്നില്ല. ഈ സാഹചര്യത്തിൽ AC-യുടെ ഉപയോഗവും വർദ്ധിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തേതിൽ നിന്നും വ്യത്യസ്തമായി രാത്രി 10:30 ശേഷമാണ് ഇപ്പോൾ പീക്ക് ഡിമാൻഡ് ഉണ്ടാകുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പീക്ക് ഡിമാൻഡ് ഇന്നലെ 5717 മെഗാവാട്ടായി. കഴിഞ്ഞ വർഷം ഇത് 5024 മെഗാവാട്ട് ആയിരുന്നു. നമ്മുടെ സിസ്റ്റത്തിന് താങ്ങാനാവുന്നതിലും അധികമാണ് 5717 മെഗാവാട്ട് എന്ന നില. ഒരു നിശ്ചിത പരിധിക്കപ്പുറം ഉപഭോഗം ഉയർന്നാൽ ഗ്രിഡ് സ്വയം നിലയ്ക്കും. ഗ്രിഡ് കോഡ് പ്രകാരം ഗ്രിഡിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓട്ടോമാറ്റിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി ഏർപ്പെടുത്തിയ സംവിധാനമാണ് ADMS, ഓട്ടോമാറ്റഡ് ഡിമാൻഡ് മാനേജ്മെന്റ് സിസ്റ്റം. ഗ്രിഡിലെ ഉപഭോഗം ഒരു പരിധി കഴിഞ്ഞും വൈദ്യുതി ആവശ്യം നിയന്ത്രിക്കാതിരിക്കാനായാൽ ഓട്ടോമാറ്റിക്കായി വൈദ്യുതി നിലയ്ക്കുന്നു. ഇങ്ങനെ ലോഡ് ക്രമാതീതമായി വർദ്ധിക്കുന്ന 11 kV ഫീഡറുകളിൽ വൈദ്യുതി വിതരണം നിലയ്ക്കും. 5 മിനിറ്റ് നേരത്തേക്ക് ആ ഫീഡർ ചാർജ് ചെയ്യാനാകില്ല. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് നിരവധി പ്രദേശങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുകയുണ്ടായി. വരും ദിവസങ്ങളിൽ വൈദ്യുത ഉപഭോഗം പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ വീണ്ടും ഇത് സംഭവിക്കാം. അഖിലേന്ത്യാ തലത്തിൽ നിയമപ്രകാരം ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ് ADMS. ഗ്രിഡ് തകർന്നാൽ രാജ്യമാകെ ഇരുട്ടിലാകും. അത് ഒഴിവാക്കാനാണ് ADMS സ്വയമേധയ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ എല്ലാ സബ്സ്റ്റേഷനുകളിലും 33 kV, 11 kV ഫീഡറുകളിലും ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യുത ഉപഭോഗം നിയന്ത്രിതമല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയേ ഉള്ളൂ. പ്രത്യേകിച്ചും വൈകുന്നേരം 7 മണി മുതൽ പുലർച്ചെ 2 മണി വരെ. വീടുകളിൽ ആവശ്യത്തിലധികം AC-കൾ ഒഴിവാക്കുക. AC-യുടെ ഊഷ്മാവ് 25 ഡിഗ്രിക്ക് മുകളിലാക്കാൻ ശ്രദ്ധിക്കുക. വൈദ്യുതി നിലയ്ക്കുമ്പോൾ സ്വിച്ചുകൾ ഓഫ് ചെയ്യുക. ഇങ്ങനെ ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. വൈദ്യുതി നിലയ്ക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടല്ല. ചില സ്ഥലങ്ങളിൽ KSEB ഓഫീസിൽ ഉപഭോക്താക്കൾ എത്തുന്നതും KSEB ഉദ്യോഗസ്ഥരുമായി തട്ടിക്കയറുന്നതും വർദ്ധിച്ചു വരികയാണ്. വാസ്തവത്തിൽ ജനങ്ങൾക്ക് ഇടതടവില്ലാതെ വൈദ്യുതി എത്തിക്കുക എന്ന കർത്തവ്യത്തിലാണ് KSEB ജീവനക്കാർ മുഴുകുന്നത്. അല്ലാതെ വൈദ്യുതി മുടക്കുവാനോ മാറ്റി നൽകാനോ അല്ല. ഓഫീസിൽ കടന്നു കയറുമ്പോൾ ജോലി തടസ്സപ്പെടുത്തുകയും ജീവനക്കാരുടെ മനോധൈര്യം കെടുകയും ചെയ്യുന്നത് സാങ്കേതിക ജോലിക്ക് തടസ്സമാകും. നമ്മൾ വീട്ടിൽ സുഖമായിരിക്കുമ്പോൾ KSEB ജീവനക്കാരൻ പോസ്റ്റിന് മുകളിൽ വെയിലേറ്റ് ജോലി നിർവഹിക്കുകയാണ്. അവരെ തകർത്താൽ നിലവിലുള്ള സിസ്റ്റം തകർന്നു പോകും. അതുണ്ടാക്കുന്നത് വലിയ അപകടമാണ്. മാന്യ ഉപഭോക്താക്കൾ ഉപഭോഗം കുറച്ച് സഹകരിച്ചാൽ എല്ലാവർക്കും തടസ്സമില്ലാതെ വൈദ്യുതി നൽകാനാകും. പ്രളയകാലത്തുൾപ്പെടെ ലോകത്തിന് മാതൃകയായ കേരളത്തിന് ഇപ്പോഴത്തെ സാഹചര്യവും മറികടക്കാനാകും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.